ശ്രീ കെ പി നൗഷാദ് അലി അർഹതയുള്ളവരെ അംഗീകരിച്ചില്ല എന്നുള്ള വാദം അതൊരു പ്രധാനപ്പെട്ട വാദമാണ്. കാരണം ഈ പറഞ്ഞ പേരുകാരിൽ ആരും ഈ പുരസ്കാരം സ്വീകരിക്കാൻ അർഹരല്ല എന്ന് പറയാൻ കഴിയില്ല. അവർ അർഹരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കോൺഗ്രസിന്റെ കാലത്തെ പരിഗണനാ വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്, രാജീവ് ഗാന്ധിക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭീംറാവു അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തത് VP സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതായത് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഉണ്ടായപ്പോഴാണ്. അതിനു മുൻപ് നെൽസൺ മണ്ടേലയ്ക്ക് വരെ കൊടുത്തു. നെൽസൺ മണ്ടേല മോശമായതുകൊണ്ടല്ല പറയുന്നത്. നെൽസൺ മണ്ടേല ലോകത്തുള്ള വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമുനയാണ്. പക്ഷേ അതേ കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്ത അംബേദ്കർ അവിടെ നിൽക്കുമ്പോൾ അംബേദ്കർക്ക് മുമ്പ് നമ്മൾ നെൽസൺ മണ്ടേലയ്ക്കാണ് ഭാരതരത്നം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് സർക്കാർ മാറിയതിനു ശേഷമാണ് അംബേദ്കർക്ക് VP സിംഗിന്റെ കാലത്ത് ഭാരതരത്നം കൊടുക്കുന്നത്. പല ദേശീയ നേതാക്കളെയും ജയപ്രകാശ് നാരായണന് കൊടുത്തത് കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോഴല്ല. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കർപ്പൂരി താക്കൂറിനെ പോലെ ഒരു മനുഷ്യൻ, കർപ്പൂരി താക്കൂർ ഒരു ക്ഷുരകന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലും അദ്ദേഹത്തിന്റെ പിതാവ് ആ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർപ്പൂരി താക്കൂറിനെ പോലെ ഒരു നേതാവിന് ഭാരതരത്നം കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് BJPക്ക് പറയാം. ചൗധരി ചരൺ സിംഗിനെ പോലെ ഇന്ത്യൻ കർഷകരുടെ ഒരു നേതാവിന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന ചൗധരി ചരൺ സിംഗിന് ഭാരതരത്നം കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് പറയാം. BJPയെ സംബന്ധിച്ച് MS സ്വാമിനാഥനെ പോലെ ഇന്ത്യയുടെ, നിങ്ങളുടെ കാലത്താണ്, കോൺഗ്രസിന്റെ കാലത്താണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക മേഖലയെ ആകെ തന്നെ മാറ്റിമറിച്ച വിപ്ലവകാരിക്ക് ഭാരതരത്ന കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് BJPക്ക് പറയാം. അഭിലാഷ, ഇവിടെ BJPക്കാര് നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ജനസംഘക്കാർ, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാർ, സംഘ് പരിവാറൊക്കെ കോൺഗ്രസിനോട് ചോദിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളാണ് ഇന്ന് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ചരിത്രബോധമുള്ളവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം ഇവിടെ പല സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നമ്മൾ ഭാരതരത്ന കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചിരുന്ന ചോദ്യം, എന്തുകൊണ്ട് അശോക ചക്രവർത്തിക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ശിവജിക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് പിന്നെ കനിഷ്കന് കൊടുക്കുന്നില്ല, ഹർഷവർദ്ധന് കൊടുക്കുന്നില്ല എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. നെൽസൺ മണ്ടേലക്ക് കൊടുത്തപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു. ഇവിടെ പിന്നെ സച്ചിൻ തെണ്ടുൽക്കർക്ക് കൊടുത്തപ്പോൾ ധ്യാൻ ചന്ദിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ കാമരാജിന് കൊടുത്തപ്പോൾ, MG രാമചന്ദ്രന് കൊടുത്തപ്പോഴൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ വിഷയമാക്കി അത് ഉയർത്തുകയും കോടതിയിലടക്കം വലിയ നിയമ നടപടികൾക്ക് പോവുകയും ഒക്കെ ചെയ്ത പാർട്ടികളുടെ സഞ്ചയത്തിൽ ഉൾപ്പെട്ടൊരു പാർട്ടിയാണ് ഇന്നത്തെ BJP. അവർ സ്വാഭാവികമായിട്ടും ഇന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ജനതാദൾ യുവിനെ പിടിക്കാൻ ബീഹാറിലൊരു ഭാരതരത്ന, പശ്ചിമ UPയിൽ RLDയെ പിടിക്കാൻ അവിടെ ഒരു ഭാരതരത്ന, ഇത്തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരൊക്കെ കൊണ്ടുപോയിക്കൊള്ളട്ടെ, അത് അവരുടെ സ്ഥിരമായിട്ടൊരു രീതിയാണ്. അതിൽ യാതൊരുവിധ അത്ഭുതങ്ങളുമില്ല. ഇനി ഞാൻ അഭിലാഷിനോട് വളരെ കൃത്യമായിട്ട് ഇവിടെ നിരന്തരമായിട്ട് സംഘപരിവാറുകാർ പറയുന്ന ഒരു അപവാദം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ജവഹർലാൽ നെഹ്റു സ്വന്തമായിട്ട് ഭാരതരത്ന കൊടുത്തു എന്നാണ് ഇവരെപ്പോഴും പറയാറുള്ളത്. ജവഹർലാൽ നെഹ്റു ചേരിചേരാൻ നയമൊക്കെ ലോകമാകമാനം ഊട്ടിയുറപ്പിച്ചൊരു വിദേശ പര്യടനം കഴിഞ്ഞ് വന്നപ്പോൾ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് നൽകിയൊരു അത്താഴ വിരുന്നിൽ അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെ ഞാനൊരു ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് നെഹ്റുവിനെ ആ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്തത്. അതിൻ്റെ മുമ്പ് രാജേന്ദ്ര പ്രസാദും നെഹ്റുവും ഒക്കെ തമ്മിലുള്ള പല തർക്കങ്ങളും ഒക്കെ ഇവരൊക്കെ ആഘോഷിച്ചതാണ്. നെഹ്റുവിൻ്റെ നോമിനി രാജാജിയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, പട്ടേലിൻ്റെ നോമിനി ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് വന്നു. ഗുജറാത്ത് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നെഹ്റുവിനെ വകവെക്കാതെ പ്രസാദ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരെ പലപ്പോഴും പ്രകീർത്തിച്ച് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിനോട് ആലോചിക്കാതെ നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു അത് നെഹ്റു ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശാന്തി ദൂതനാണ് ലോകത്തിലെ എന്ന് അതൊക്കെ ശരിയാണ്. രാജേന്ദ്ര പ്രസാദിന്റെ വാദങ്ങൾ ഓൺ റെക്കോർഡാണ്. രാമേന്ദ്ര ഗുഹ അടക്കം അത് എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് എതിരഭിപ്രായമുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർക്കൊക്കെ എന്റെ പോയിന്റ് അതല്ല ശ്രീ നൗഷാദ്, ഇവർക്കൊക്കെ ഭാരതരത്ന കൊടുക്കാൻ BJP വേണ്ടി വന്നു എന്നുള്ളതാണ്. നോക്കൂ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് എപ്പോഴാണ് ഭാരതരത്ന കൊടുത്തത്? നിങ്ങളുടെ കാലത്ത് തന്നെ കൊടുത്തത്. വല്ലഭായ് പട്ടേലിന് എപ്പോഴാണ് കൊടുത്തത്? താങ്കൾ പറഞ്ഞല്ലോ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സിനിമാ നടൻ MG രാമചന്ദ്രന് ഭാരതരത്നം കൊടുത്തതിന് ശേഷമാണ് വല്ലഭായ് പട്ടേലിനും സുഭാഷ് ചന്ദ്രബോസിനും ഭാരതരത്നം കൊടുക്കുന്നത്. അംബേദ്കറിന് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുള്ളപ്പോഴല്ല. അപ്പോൾ അതാത് കാലത്തെ പൊളിറ്റിക്കൽ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ കാലത്തും ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്.
ഞാൻ ഇവിടെ അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അഭിലാഷ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. അതായത് ഇവർ ആവർത്തിച്ച് പറയുന്നു ഒരു കുടുംബത്തിന് വേണ്ടി കൊടുത്തു എന്ന്. ഞാൻ ഈ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങൊന്നും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഈ കുടുംബം ഉണ്ടല്ലോ, ഈ ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തെ വിഘടനവാദ പ്രതിലോമകര തീവ്രവാദ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിന്റെ മാർഗമധ്യേ ജീവൻ വെടിഞ്ഞവരാണ്. 2 പ്രസവിച്ചൊഴിഞ്ഞ തിരുവയറിലേക്ക് 36 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയാണ് തൻ്റെ അവസാനത്തെ സ്പന്ദനം ഇന്ദിരാഗാന്ധി ഈ മണ്ണിൽ ശ്വസിച്ചു തീർത്ത് ഈ മണ്ണിൽ വിലയം പ്രാപിച്ചത്. അരക്ക് മുകളിലുള്ള ശരീരഭാഗം 1047 കഷ്ണങ്ങളായി ചിന്നിച്ചിതറിയിട്ട് തൻ്റെ പ്രിയതമക്കും കുട്ടികൾക്കും ഒരു അവസാന ചുംബനമർപ്പിക്കാൻ പോലും ശരീരം ബാക്കിയില്ലാതെയാണ് രാജീവ് ഗാന്ധി ഇവിടെ വീരമൃത്യു വരിച്ചത്, രക്തസാക്ഷിത്വം പുൽകിയത്. അവരെയൊക്കെ നിങ്ങൾ നെഹ്റുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചരിത്രവും യാഥാർത്ഥ്യമൊക്കെയാണ് നിങ്ങൾ നോക്കി കൊഞ്ഞനം കുത്തുന്നത്. ഏത് രാഷ്ട്ര താല്പര്യത്തെയാണ് നിങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം മുൻനിർത്തി നെഹ്റുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ താറടിക്കുമ്പോൾ ഈ രാജ്യമാണ് നിങ്ങൾക്കെതിരെ നോക്കി നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷ, ഇവിടെ ഈ ഭാരതരത്നം നമ്മൾ കുറേ പേർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് വീണ്ടും കിട്ടാനുണ്ടാകും. ഇവിടെ CNR റാവുവിന് കൊടുത്തപ്പോൾ ഹോമി ജെ ബാബക്കും വിക്രം സാരാഭായിക്കും എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം, നേരത്തെ പറയാം മണ്ടേലക്ക് കൊടുത്തപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ചോദ്യം, സച്ചിന് കൊടുത്തപ്പോൾ ധ്യാൻ ചന്ദിന്റെ ചോദ്യം, ഈ ചോദ്യങ്ങളൊക്കെ ന്യായമാണ്. ഇവരെല്ലാവരും ഇതിന് അർഹരാണ്. ഒരേ സമയം എല്ലാവർക്കും ഇങ്ങനെ കൂട്ടത്തോടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാവണം ഒരു മുൻഗണനാക്രമം ഒക്കെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാകാം. ഏതായാലും പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഭാരതരത്ന അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. പക്ഷെ BJP ആയതുകൊണ്ട് അതില്ല. കാരണം ഇവിടെ EDയും ഇൻകം ടാക്സും പിന്നെ മറ്റ് ഏജൻസികളും ഒക്കെ CBI ഒക്കെ ഇറങ്ങി കളിക്കുകയാണല്ലോ. അതിനേക്കാൾ ലഘുവായ ഒരു നടപടിയാണിത് എന്നാ എനിക്ക് തോന്നുന്നത്. അവരുടെ പോലെ മാരകമായ പ്രകടശേഷിയൊന്നുമില്ലല്ലോ. ഇതൊക്കെ പോസ്റ്റ്മസ് ആയിട്ടുള്ള അവാർഡുകളാണല്ലോ. ശരി, ഓക്കെ.